രാജസ്ഥാനിലെ കോട്ടയിൽ 3 നില കെട്ടിടം തകർന്നു വീണു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അരവിന്ദ് PR ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരവിന്ദ്, ഇതൊരു വലിയ അപകടത്തിന്റെ ദൃശ്യമാണല്ലോ കാണുന്നത്. ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് സംഭവിച്ചത്? ഭവ്യ, അല്പസമയം മുമ്പാണ് രാജസ്ഥാനിലെ കോട്ടയിൽ 3 നില കെട്ടിടം തകർന്നു വീണത്. കോട്ടയിലെ ഇന്ദിരാ വിഹാറിലുണ്ടായിരുന്ന കെട്ടിടമാണ് ഇത്തരത്തിൽ തകർന്നു വീഴുകയും നിരവധി പേർ ഇപ്പോൾ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നത്. 20ഓളം പേർ ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതിനോടൊപ്പം തന്നെ 5 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ 5 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും അതിൽ പലരുടെയും നില ഗുരുതരമെന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അല്പസമയം മുമ്പായിരുന്നു വലിയ ശബ്ദത്തോടുകൂടി ഈ കെട്ടിടം തകർന്നു വീഴുന്നത്. വിദ്യാർത്ഥികളടക്കം ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. കാരണം നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങളടക്കം നടക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ നിരവധി വിദ്യാർത്ഥികളടക്കം താമസിച്ചിരുന്ന ഒരു ഇടമാണെന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും നാട്ടുകാരും പോലീസും ചേർന്നാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി വന്നത്. ഇപ്പോൾ ഫയർഫോഴ്സും അതുപോലെ തന്നെ കൂടുതൽ സേനാ വിഭാഗ അംഗങ്ങളടക്കം അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ അടക്കം അംഗങ്ങൾ എത്തി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ മൊത്തത്തിൽ നീക്കം ചെയ്തുകൊണ്ട് അതിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ എണ്ണം അല്ലെങ്കിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന ഒരു കൃത്യമായ എണ്ണമില്ല. 20 പേരെന്നതാണ് മനസ്സിലാകുന്നത്. അതേസമയം എന്താണ് യഥാർത്ഥത്തിൽ അപകട കാരണം? കെട്ടിടത്തിന്റെ പഴക്കമാണോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമാണോ എന്ന കാര്യത്തിലും പരിശോധന നടത്തുമെന്നും ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പ്രഥമ പരിഗണന കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുകയാണ്, അവർക്ക് ആവശ്യമായ ചികിത്സ നൽകുകയാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അരവിന്ദ് PR ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.